എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് തുറന്നു പഠിക്കാൻ വേണ്ടി യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 4K സ്ഫടികം റിലീസാകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് വന്നു. 4K സ്ഫടികം മോഹൻലാൽ ഭദ്രൻ ഉറപ്പല്ലേ കണ്ടുപോകുന്നുള്ളത്. അപ്പോൾ 4K സ്ഫടികം ആടുതോമേനെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചു. ഒരു തവണ കണ്ടു. പിന്നെ 4K ട്രെയിലർ എങ്ങനെയുണ്ട്? പുതിയ ട്രെയിലറാണ്, അടിപൊളി ട്രെയിലറാണോ ഒന്ന് നോക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം 4K ട്രെയിലർ കണ്ടു. അടുത്തതെന്താ, ഒരു റീമാസ്റ്റർ ചെയ്ത സീനും കൂടെ കാണാം. 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഒരു 10-25 പ്രാവശ്യം കണ്ട സിനിമയാണെങ്കിലും പടം ക്ലാസ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഒരു റീമാസ്റ്റർ ചെയ്ത സീൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എന്താ, അടുത്ത റെക്കമെൻഡേഷൻ വന്നു, ക്രിസ്റ്റഫർ റിവ്യൂ. അപ്പോൾ ആ ദിവസം തന്നെ റിലീസായ സിനിമയാണ് ക്രിസ്റ്റഫർ റിവ്യൂ. അപ്പോൾ റിവ്യൂ ഒന്ന് കണ്ടു. എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു അത് കണ്ടു. അടുത്ത റെക്കമെൻഡേഷൻ അപ്പോൾ ഉറപ്പായിട്ടും എന്താ, ലിയോ ബ്ലഡി സ്വീറ്റ് പ്രൊമോ, പുതിയ LCU നമ്മുടെ ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലെ പുതിയ പടം, പുതിയ ക്യാരക്ടർ റിവീൽ പോസ്റ്ററോ പ്രൊമോവും വന്നു. ഉറപ്പായിട്ട് കണ്ടുപോകും. മനുഷ്യൻ്റെ കാര്യമില്ലേ, ഉറപ്പായിട്ട് കണ്ടുപോകും. അടുത്തത് അതൊരു പ്രാവശ്യം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കതാ ബിഗ് ബോസ് പ്രൊമോ വന്നോ നോക്കി. അപ്പോൾ വീണ്ടും റെക്കമെൻഡേഷൻ വന്നു, ബിഗ് ബോസ് പ്രൊമോ, പുതിയ സീസൺ എത്ര പേരുണ്ട്, എങ്ങനെയാണ്, മോഹൻലാൽ തന്നെയാണോ, ബിഗ് ബോസ് 5 ആണോ 6 ആണോ, നമ്മളത് കണ്ടു. പിന്നെ റെക്കമെൻഡേഷൻ ചറവറ, ട്രോള്, റീക്യാപ്പ്, സീരിയലിൻ്റെ ട്രോള്, അങ്ങനെ പലതും വന്നു. ശരിക്കും എന്തിനാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തത്? ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, കറണ്ട് അഫയേഴ്സ് 2023 January 20 MCQ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്തായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവേ ഒരു കാര്യം ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര ഡ്രിഫ്റ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോകും, മാത്രമല്ല ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. അപ്പോൾ വളരെ പോയിൻറ്റഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓൺലൈൻ ഡിവൈസസ് പഠിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് സൈഡ് കാര്യങ്ങൾ എപ്പോഴും റെക്കമെൻഡേഷൻസ് ആയിട്ട് വരും. അതിനോട് കൂടുതൽ എഫിനിറ്റി ഉണ്ട്. കാരണം ആർക്ക് കാണണം 20 MCQ എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നിക്കളയാം. കാരണം റൈറ്റ് സൈഡിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് ഒരുപാട് വരുമ്പോൾ നമ്മൾ നോർമൽ കാര്യമാണ് നമ്മൾ ഡ്രിഫ്റ്റഡ് അവേ ആവുന്നുള്ളത്. അപ്പോൾ അതിൽ കുറേ കൂടെ ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സമയം പോകുന്നുള്ളതാണ്. അതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്, അതൊക്കെ ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ ആവശ്യമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞൊരു പ്രോസസ്സിൽ നിലനിർത്തുന്ന ചില ഫാക്ടേഴ്സാണ്. കാരണം നമുക്ക് പഠിക്കാൻ ഉഷാറും മാത്രമല്ല കുറേ കൂടെ മോട്ടിവേഷനൊക്കെ വേണ്ടത് കൊണ്ട് ചില എൻ്റർടൈൻമെൻറ്റ് സൈഡ് ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കിത് ബോറടിയാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ഇത് പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്താണെങ്കിൽ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോർമൽ കാര്യമാണ് ഈ റെക്കമെൻഡേഷൻസ് വേറെ വന്ന് നമ്മൾ അതിലേക്ക് ഡ്രിഫ്റ്റഡായി പോകാമെന്നുള്ളത്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. റിലേറ്റബിളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.